സിനിമയിലുടനീളം മാർത്ത ആപ്പിൾ കഴിക്കുന്ന സീനുകളുണ്ട്. ആപ്പിളിന്റെ മണവും രുചിയും അവൾ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് സംവിധായകൻ സിനിമയുടെ അവസാനമാണ് പ്രേക്ഷകനോട് പറയുന്നത്. ആപ്പിൾ ഒരു മെറ്റഫറാണ്. കുഞ്ഞിന്റെ വിയോഗത്തെയും അമ്മയുടെ ട്രോമയെയും എല്ലാമാണ് ആപ്പിൾ സൂചിപ്പിക്കുന്നത്. പുതിയ പ്രതീക്ഷകളെയും ആപ്പിൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാർത്തയുടെ കോപ്പിംഗ് മെക്കാനിസമാണ് ആപ്പിൾ. മാർത്തയുടെ അമ്മയും പാർട്ട്ണറും ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണ് മാർത്തയുടെ ചിന്തകൾ പോകുന്നത്. അവർ മിഡ്വൈഫിനെതിരെ കേസ് കൊടുക്കാൻ തുനിയുമ്പോൾ മാർത്തയ്ക്ക് അത് മനസ്സിലാകുന്നില്ല. അവളുടെ അമ്മയോട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇതിനെ നേരിടുന്നുണ്ടെന്ന്, പക്ഷേ ഇത് നിങ്ങളുടെ രീതിയിലല്ലെന്ന്. അപ്പോൾ അവളുടെ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ എന്റെ രീതിയിലാണ് പോയിരുന്നതെങ്കിൽ നിന്റെ കയ്യിൽ ഇപ്പോൾ മകൾ ഉണ്ടായേനെ എന്ന്. അതിന് മാർത്തയ്ക്ക് മറുപടിയില്ല. പക്ഷേ അവൾ തകർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞിന്റെ മരണശേഷം മാർത്തയും പാർട്ട്ണർ ഷോണും തമ്മിലുള്ള ബന്ധത്തിനും വിള്ളൽ വീഴുന്നുണ്ട്. കുഞ്ഞിന്റെ മുറിയിൽ നിന്ന് സാധനങ്ങൾ മാറ്റുമ്പോൾ ഷോൺ അവളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ എന്റെ മകളെ ഇല്ലാതാക്കുന്നതെന്ന്. അപ്പോൾ മാർത്ത കുഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത്. അവൾ യാഥാർത്ഥ്യത്തോട് പതിയെ പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ചുറ്റുമുള്ളവർ അത് ദുസ്സഹമാക്കുന്നു. അവസാനം അവൾ കേസ് കൊടുക്കാൻ തയ്യാറാവുകയും ട്രയൽ നേരിടുകയും ചെയ്യുന്നു.